ആസ്കിംഗ് പ്രൈസ് എങ്ങനെ ചോദിക്കുന്നത്? ഇത് നമ്മള് 4.35 ചോദിക്കുന്നുള്ളൂ. അതായത് 4.60 ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിൽ 3 വണ്ടിയുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിലെ കസ്റ്റമർ ചോദിച്ചു വരുന്നത് 4.5 വണ്ടി ഉണ്ടോ, 5 അതിന്റെ ഉള്ളിലെ കസ്റ്റമർ അധികം ചോദിച്ചു വരുന്നുള്ളൂ. ആ ചോദിക്കുന്ന നമ്മളത് 3 വണ്ടിയുണ്ട്. പിന്നെ അമേസ് 2 ഉണ്ട്, സെയിം കളർ. VX 70,000 റേറ്റിന്റെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റേറ്റിന്റെ 80% ഇതിന് ലോൺ അവൈലബിൾ ആണെന്നാണ് എന്റെ ഫിനാൻഷ്യലിന്റെ സ്റ്റാഫ് പറയുന്നത്. പിന്നെ എടുക്കുന്ന കസ്റ്റമർ പ്രൊഫൈൽ അവർ മുന്നെടുത്ത് വണ്ടിയുടെ എല്ലാ അടവുകളും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ കിട്ടും. അതെ, നമ്മളെ സിബില് എത്ര സ്ട്രോങ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് സിബില് നല്ല സ്ട്രോങ്. സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പുത്തൻ വണ്ടികളെ വെല്ലുന്ന പഴയ വണ്ടികൾ വിൽക്കുന്ന പൂക്കിപ്പറമ്പിലെ കാർലാൻഡ് യാർഡിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പോ ഇവിടെ വണ്ടി പരിചയപ്പെടുന്നത് നമ്മളെ നബീലാണ്. എന്തൊക്കെയുണ്ട്? റബിയാണ്. എന്തൊക്കെയുണ്ട്? സുഖല്ല. പിന്നെ ഇവിടെ എത്ര വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്? ഒരു 25+. ഒരു 20-25 വണ്ടികൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ സ്വിഫ്റ്റ് കാറുകൾ നോക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇവിടെ 6 വണ്ടികളാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഡീസലും പെട്രോളും രണ്ടും കൂടി ഉണ്ട്. ഓക്കെ. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇത് പിന്നെ ഹൈവേ തന്നെ കൊച്ചിനെ കഴിഞ്ഞാൽ അടുത്ത പൂക്കിപ്പറമ്പിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. കോട്ടക്കലിന് കോഴിക്കോട് പോകുന്ന റൂട്ടില് കൊച്ചിനാണ് MSP ക്യാമ്പ്, കോഴിച്ചന പൂക്കിപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ള സിറ്റി. ഓക്കെ. അപ്പോ നമുക്ക് പിന്നെ ഓരോ വണ്ടികളായിട്ട് നോക്കാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സ്വിഫ്റ്റ് ഡീസൽ വണ്ടി അല്ലേ? സ്വിഫ്റ്റ് ഡീസലാണ്. ഇത് എത്ര മോഡലാണ്? 2015 മോഡൽ. വണ്ടി എന്തുപാട്? വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ മേജറോ മൈനറോ ആക്സിഡന്റ് ഇല്ലാത്ത ഒന്നുമില്ല. കറക്റ്റ് ഉണ്ട്. ലോ കിലോമീറ്റർ ഉണ്ട്. നല്ല നീറ്റ്, കുഴപ്പമൊന്നുമില്ല. ഇത് ആകെ ഓടിക്കുന്ന എത്ര? ഇത് 76 സംതിങ്. 76,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മൾ ആദ്യം കൊടുത്ത വണ്ടി തന്നെയാണ്. പിന്നെ നമ്മൾ തന്നെ 2015 മോഡൽ സ്വിഫ്റ്റ് VDI ഓപ്ഷൻ വരുന്നത്. ആകെ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പക്കാണല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ പക്കാണ്. പിന്നെ ഇന്ത്യയിലൊക്കെ ടോപ്പ് അല്ലേ? ഓക്കെ. പിന്നെ ഇതിന് എങ്ങനെ നിങ്ങൾ ചോദിക്കണ റേറ്റ്? ഇത് നമ്മള് 5 lakh ആണ് ആസ്ക് ചെയ്യുന്നത്. 5 ലക്ഷം രൂപ ആസ്ക് ചെയ്യുന്നത്. ചെറിയ ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു കുറച്ച് കൊടുക്കൂലേ? കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് ഇത് വലിയൊരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കരുത്. എന്നാലും ചെറുതായിട്ട് നിങ്ങളിപ്പോ ചെറുതായിട്ടാണല്ലോ ചോദിക്കണം. വലിയ വില ചോദിച്ചിട്ട് കാര്യമില്ല. വണ്ടി ക്വാളിറ്റി തന്നെയല്ലേ? വണ്ടി പക്കാ ക്വാളിറ്റി. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി, കിലോമീറ്റർ ജെന്യൂൻ ആണ്. പക്കാ നമ്മൾ ഗ്യാരണ്ടി. റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. 5 രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം ഫിനാൻസ് എത്ര കുറവിന്? ഫിനാൻസ് ഇതിന്മേൽ ഒരു പിന്നെ വണ്ടിയുടെ ഒരു പിന്നെ കസ്റ്റമർ ട്രാക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഒരു 80% ലോൺ കയറുന്നതാണ്. പിന്നെ ബാക്കി കസ്റ്റമർ ട്രാക്ക് സിവിൽ അനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ. അപ്പൊ ഒരു 50,000 ഇറക്കാൻ പറ്റും. ഒരു 50 ഒന്ന് പ്രതീക്ഷിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. പിന്നെ നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ 50-60 മാക്സിമം ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ 2015 മോഡൽ സ്വിഫ്റ്റ് VDI ചോദിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റി പറ്റി തരും. കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. ഫിക്സ് റേറ്റ് അല്ല. പിന്നെ ഒരു 4 രൂപന്റെ അടുത്ത് അല്ല, 4 മേലെ മാക്സിമം ലോൺ കിട്ടും. 4 രൂപ എന്തായാലും മാക്സിമം കിട്ടും. പിന്നെ കസ്റ്റമർ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ കിട്ടും. അപ്പോ അടുത്തതും ഒരു സ്വിഫ്റ്റ് കാർ തന്നെയാണ്. ഇത് എത്ര മോഡലാണ് ഈ സ്വിഫ്റ്റ്? ഇത് നമുക്ക് വരുന്നത് 2018 മോഡലാണ്. 2018 മോഡൽ. ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്ന VDI ഡീസൽ വണ്ടിയാണ്. 2018 മോഡൽ. ഇത് എത്ര ഓടിക്കണത്? ഇതും അതേ സെയിം കിലോമീറ്റർ ആണ്. 75 സംതിങ്. 75 ഓടിക്കുന്നത്. ഇത് കമ്പനി സർവീസ് കാര്യങ്ങളാണ്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ചെറുതായിട്ടുള്ള ടച്ചപ്പ് കാര്യങ്ങളുണ്ട്. റീപെയിന്റ് ഒക്കെ അത് പിന്നെ സാധാരണ വണ്ടിയിലൊക്കെ വേറെ റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്തിരിക്കണോ? ഇല്ലല്ലോ. എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്തില്ലല്ലോ. ചെറുതായിട്ടുള്ള ചെറിയ ഫിറ്റിംഗ്സ് ഒക്കെ. ഓക്കെ. ഇന്റീരിയലൊക്കെ നല്ല കാണാൻ നല്ല കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഇതിന് ചോദിക്കുന്ന എത്ര നിങ്ങൾ? ഇത് നമ്മള് ആസ്ക് ചെയ്യുന്നത് 6.40 ആണ് ചോദിക്കണം അല്ലേ? ഓക്കെ. ഇത് വില കുറയൂലേ? ചെറിയ ലെവലിൽ നമുക്ക് ചെയ്തു കൊടുക്കും. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ ചോദിക്കണം 6.40. ഇത് വില കുറച്ച് കൊടുക്കൂലേ? അങ്ങനെ വില കുറച്ച് കൊടുക്കൂലേ? വില മാന്യമായ ലെവലിൽ നമുക്ക് ചെയ്തു കൊടുക്കും. വിചാരിച്ചിട്ട് വലിയൊരു ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് കിട്ടും. ഫിനാൻസ് നേരത്തെ പറഞ്ഞ എല്ലാ വണ്ടിയിലും കസ്റ്റമർ പ്രൊഫൈല് സിവിൽ സ്കോർ അനുസരിച്ച് ഒരു 80% ഫിനാൻസ് കൊടുക്കുന്നതാണ് ഫിനാൻസിന്റെ ആളുകൾ പറയുന്നത്. നമ്മള് ഫിനാൻസ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നില്ല. ഫിനാൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ കോൺടാക്ട് കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കില്ല. ഫിനാൻസ് അവരെ ആധാർ കാർഡ് പാൻ കാർഡ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും എത്ര വാല്യൂഷന്റെ ടീമുണ്ട്. അപ്പോ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ആധാർ കാർഡ് നിങ്ങൾ പാൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ മറ്റേ ഫിനാൻസിന്റെ ആൾക്കാരെ വിളിച്ചു കണ്ട് അപ്പൊ സ്പോട്ടിന് പണിയൊക്കെ നടക്കൂട്ടാ. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറിന്റെ പണിയേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പനെ സ്പോട്ടിന് അവർ വരും. പിന്നെ നിങ്ങളെ വാല്യൂഷൻ എടുക്കും. അപ്പൊ തന്നെ അറിയാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട്. ഇനിയിപ്പോ കുറെ ദൂരത്ത് നിന്ന് വരുന്ന ആളെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എത്ര ഫിനാൻസ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ചെറിയൊരു ഫീസ് ഉണ്ടാവില്ല.
വാല്യുവേഷൻ നോക്കുന്ന എന്തെങ്കിലും ഫീസ് ഉണ്ടോ? ഇല്ല, അതൊക്കെ പിന്നെ മൊത്തത്തിലുള്ള ഒരു എമൗണ്ട് ആണ് വരുന്നത്. അത് നമ്മൾ ഫിനാൻസ് ചെയ്യുമ്പോൾ ഒരു പ്രോസസിംഗ് ചാർജ് എന്നൊരു ചാർജ് വരുന്നുണ്ട്. അങ്ങനെയല്ല, അതെല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരും. അത് ശരി. RC ചേഞ്ചിങ്, ഹൈപ്പോത്തറ്റിക്കേഷന് എല്ലാം ഇൻക്ലൂഡ് ആയിട്ട്. ഓക്കെ. അപ്പോ 2018 മോഡൽ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി, ഓപ്ഷൻ വരുന്നത് VDI, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, 75,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്നത് 640 ആണ്. വില ചെറുതായിട്ട് കുറച്ച് വരും. ഫിക്സ് റേറ്റ് സ്വിഫ്റ്റ് കാർ തന്നെ നോക്കാം നമുക്ക്. ഇത് പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ VXI വണ്ടിയാണ്. പിന്നെ എന്തുപാട് വണ്ടി? ഇത് വണ്ടി പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. അല്ലേ? ക്വാളിറ്റി വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി ആണ്. നമ്മുടെ അടുത്തുള്ള വണ്ടിയുടെ ക്വാളിറ്റിയിലോ പിന്നെ നമ്മൾ പറയുന്ന കാര്യത്തിൽ അപ്പുറം എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മളതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മളാണ്. ഒരു കസ്റ്റമർ എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളും എല്ലാ ഇൻസ്പെക്ഷനും കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നത്, എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ 100% ഗാരേജ് കിലോമീറ്റർ, പിന്നെ സർവീസ്, റീപ്ലേസ്മെന്റ് എല്ലാം പക്കയാണ്. നമ്മളെല്ലാം അങ്ങനെയുള്ള വണ്ടി നമ്മുടെ കയ്യിൽ ഓൾറെഡി റീപ്ലേസ്മെന്റ് ഉള്ള ഒരു വണ്ടിയും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബമ്പർ ഉണ്ടോ? ബമ്പർ ഇപ്പൊ നിങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ചില ആളുകൾ ചോദിക്കും, ബമ്പർ അത് റീപ്ലേസ്മെന്റിൽ ഇൻക്ലൂഡ് അല്ല, അതിൽ ഇൻക്ലൂഡ് ആണില്ല, ബമ്പർ ഇൻക്ലൂഡ് ആണില്ല. എന്നാലും നമ്മൾ പിന്നെ പറയാതെ റീപ്ലേസ്മെന്റ് അറിയുന്നവർക്ക് അറിയാതെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നവരുണ്ടാവും, അവരോട് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ എക്സ്ട്രാ 360 ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും കാണുന്ന, എല്ലാ ഭാഗത്തും കാണുന്നത്. ഒരു സിഗ്നൽ നമ്മൾ റൈറ്റ് സൈഡിൽ സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡ് മൊത്തം ഫ്രണ്ട് ടു ബാക്ക് നമുക്ക് എല്ലാ ഇതും ഇതിൽ കാണും, എല്ലാ ഭാഗത്തും. 360 ക്യാമറ പറഞ്ഞ നിലവിൽ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടിയിലും പ്രീമിയം വണ്ടിയിൽ വരുന്ന ഒരു ഓപ്ഷനാണ്. ഒരു അതേ വണ്ടിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 50,000 മുകളിൽ അതിന് ചെലവ് വരും ആ ഒരു സംഭവത്തിന് മാത്രം. അത് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണ്, എല്ലാം ഉണ്ട്. അതുപോലെ ഇതിന്റെ ഓഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, പക്കാ പെർഫെക്റ്റ് ആണ്. സബോ കാര്യങ്ങളോ കയറ്റിയതല്ല, പക്ഷെ ഇതിലുള്ള സ്പീക്കറിന്റെ അതിന്റെ ഒരു ക്ലാരിറ്റി വർക്കിംഗ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇത് വണ്ടി വെറും 29 ഓടിച്ചുള്ളൂ. 29,000 അല്ല, 29,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പൊ ഇതിന് എങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് പിന്നെ 720 ആണ്. 720 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂല? മാക്സിമം കുറച്ച് കൊടുക്കും. അപ്പൊ കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് തരും കേട്ടോ. 720 ആണ് ചോദിക്കുന്നത്. മാക്സിമം ഫിനാൻസ് ഒരു 6 റുപ്യ കയറൂലേ? ഫിനാൻസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വണ്ടിയുടെ ഒരു പിന്നെ 80% മാർക്കറ്റ് റേറ്റിന്റെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റേറ്റിന്റെ ഒരു 80% ഇതിന് ലോൺ അവൈലബിൾ ആണെന്നാണ് അതിന്റെ ഫിനാൻഷ്യലിന്റെ സ്റ്റാഫ് പറയുന്നത്. പിന്നെ എടുക്കുന്ന കസ്റ്റമർ പ്രൊഫൈല് അവർ മുന്നെടുത്ത് വണ്ടിയുടെ എല്ലാ അടവുകളും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ കിട്ടും. അതെ, നമ്മളെ സിബില് എത്ര സ്ട്രോങ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് സിബില് നല്ല സ്ട്രോങ് ആണെങ്കിൽ ഫുള്ള് ലോൺ തരും അല്ല. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അപ്പൊ 2020 മോഡൽ പറഞ്ഞ 2022 മോഡൽ വണ്ടിയാണ് കേട്ടോ. മോഡൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ 2022 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VXI ആണ്, പെട്രോൾ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. മാക്സിമം 29,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇതിന് ചോദിക്കുന്ന 720 ആണ്. വില കുറച്ച് വരും, ഫിക്സ് റേറ്റ് അല്ല. അപ്പൊ നമുക്ക് വേറൊരു സ്വിഫ്റ്റ് കാർ കൂടി നോക്കാം. ഒരു ബ്ലൂ കളർ ആണ്, നേവി ബ്ലൂ അല്ലെ? സെയിം മോഡലാണ്. 2022. സിംഗിൾ ഓണർ ആണ്. വെറും 14,000 കിലോമീറ്റർ ഓടിച്ചു. വെറും 14,000 കിലോമീറ്റർ. ഓക്കെ. പിന്നെ മേജറോ മൈനറോ ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒരു വർക്കും ഇല്ല, ഒന്നുമില്ല. പക്കാണ് വണ്ടി, പക്കാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് അല്ലെ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. വണ്ടി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ ആയിട്ട് ഇതിന്റെ റിവേഴ്സ് ക്യാമറ, സീറ്റ് കവർ, സ്റ്റീരിയോ എല്ലാം മാറ്റിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. VXI മോഡല് ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത വണ്ടി 23 ഉണ്ട്. ഇതിൽ മോഡൽ സ്റ്റോക്ക് കണ്ടീഷൻ ആണ്, കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഫോഗ്ലാമ്പ് അടക്കം എക്സ്ട്രാ എടുക്കുന്ന കസ്റ്റമർ ഫിറ്റ് ചെയ്യുന്നത്. ഫോഗ്ലാമ്പ് അടക്കം. ബാക്കി പിന്നെ നിങ്ങൾക്ക് അടുത്ത 23 വണ്ടി അടുത്ത വീഡിയോ കാണുമ്പോൾ അതിൽ അടുത്ത വണ്ടി 23 മോഡലാണ് അല്ലേ? പക്ക വേറെ പിന്നെ പക്ക ക്ലിയർ വണ്ടി. പുറത്ത് കാണുമ്പോൾ പതകളുടെ വണ്ടി നമ്മൾ എടുക്കാറില്ല. അപ്പൊ സെയിം വണ്ടിയാണ്. 2022 മോഡല് VXI പെട്രോൾ വണ്ടിയാണ്. പിന്നെ 14,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിനെങ്ങനെ നിങ്ങൾ ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ 735 ആണ്. 735 ചോദിക്കുന്നത്, ആസ്ക് ചെയ്യുന്നത്. ഓക്കെ. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കും. ഇതിന് അതേപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഒരു 10 രൂപന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. അപ്പോ 2022 മോഡല് VXI പെട്രോൾ വണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കാളി. ഇത് എത്ര മോഡലാണ്? ഇത് 2022 ലാസ്റ്റ് വണ്ടി. 2022 ലാസ്റ്റ്. ഓക്കെ. എന്ത് പാട് വണ്ടി? വണ്ടി ഒന്നും പറയാനില്ല. വെരി ലോ കിലോമീറ്റർ, 7,000 കിലോമീറ്റർ ഓടി. വെറും 7,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട്. അത് 1000 കിലോമീറ്റർ 1,800 കിലോമീറ്റർ ആയിരുന്നു ഫസ്റ്റ് ഓണർ സെയിൽ ചെയ്തതാണ്. പിന്നെ അവരും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ. അപ്പോ ഇതിന് പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. വെറും 7,000 കിലോമീറ്റർ ഓക്കെ. 2022 മോഡൽ. ഓപ്ഷൻ തന്നെ VXI. ഓക്കെ. ഈ ചോദിക്കുന്ന എത്ര നിങ്ങള്? നമ്മള് ചോദിക്കുന്നത് 495. 495 ആണ് ചോദിക്കുന്നത്. വില കുറയോ? ചെറിയ ലെവലിൽ ചെറിയതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും അല്ലെ? ഓക്കെ. അപ്പൊ കസ്റ്റമർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി. വെറും 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 490 അല്ലേ ചോദിക്കുന്നത്?
495 ചോദിക്കുന്നത്. വില കുറച്ച്. മാക്സിമം ഫുൾ ലോണും കിട്ടൂലേ? മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ഏകദേശം ലാസ്റ്റ് വണ്ടിയാണ്. ഫുൾ ലോൺ കിട്ടും തോന്നുന്നുണ്ട്. മാക്സിമം ലോൺ. ഇത് അധികം നമുക്ക് ഇപ്പൊ സെയിൽ ആവുന്നത് ലേഡീസ് പർപ്പസ് ആണ്. ടീച്ചേഴ്സ് അധികം പോകുന്നത് ആ ഒരു ലെവലിലാണ്. ഇതിന്റെ സീറ്റിംഗ് കുറച്ചൊരു ഹൈറ്റ് ഉണ്ട്. അതേപോലെ വണ്ടിയുടെ ഫ്ലോർ ലെവലും കുറച്ചൊരു ഹൈറ്റ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു അൾട്ടോ 800ന്റെയും വാഗനറിന്റെയും ഒരു മിഡിൽ ഓപ്ഷനിൽ വരുന്ന വണ്ടി, ആ ഒരു സെഗ്മെന്റിൽ വരുന്ന വണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ക്രെറ്റ നോക്കാം. ഉണ്ടായി ക്രെറ്റ. എത്ര ഇത് മോഡല്? ഇത് 2019 മോഡലാണ് അല്ലേ? വണ്ടി എന്തുവാണ്? വണ്ടി ഒന്നും പറയില്ല, അതിന്റെ പെർഫോമൻസും കാര്യങ്ങളും. നല്ല അടിച്ചാപ്പൊളി വണ്ടി അല്ലേ? പിന്നെ ഇത് ഡീസൽ പെട്രോളാ? ഇത് ഡീസൽ മാനുവൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ വണ്ടി മാനുവൽ ആണ്. ഡീസൽ വണ്ടി മാനുവൽ ആണ്. ഏറ്റവും ഓപ്ഷൻ ഫുൾ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ഓക്കെ, ഇത് ഓട്ടം എത്ര ഉണ്ട്? ഇത് നമുക്ക് വെറും 28,000 കിലോമീറ്റർ വണ്ടി ഓടി. 28 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എല്ലാ വണ്ടികളും ലോ കിലോമീറ്റർ വണ്ടി. അതാണ് നമുക്ക് താല്പര്യം. അതിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഉത്തമണിയുടെ നമ്മളും അത്യാവശ്യം നല്ല ക്വാളിറ്റി നോക്കിയിട്ട് പിന്നെ ഉള്ള വണ്ടി തന്നെ എടുക്കല്. കസ്റ്റമറൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ട് തന്നെ എടുക്കുന്നത്. അതിനനുസരിച്ച് എന്താ വെച്ചാൽ നമുക്ക് നല്ല വണ്ടി എടുത്താൽ നമുക്ക് ടെൻഷൻ ഇല്ല. വണ്ടി കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാലും അവരും പറയണം ഇന്ന സ്ഥലത്ത് വണ്ടി എടുത്തു, അവിടെ നല്ല വണ്ടിയാണ്, നിങ്ങളും പറഞ്ഞേക്കുന്ന ഞങ്ങൾ അവിടെ വരുന്ന കസ്റ്റമർ അധികം ആ ഒരു രീതിയിലുള്ള കസ്റ്റമർ റെഫർ ചെയ്തിട്ട് വന്നു വരുന്ന കസ്റ്റമർ അധികം ഉണ്ട്. അതാണ് നമുക്ക് വണ്ടി നല്ലതായി പിന്നെ ആൾക്കാർ. അതെ, നമുക്ക് ആ ഒരു പിന്നെ പേരൊന്നും നിലനിർത്തണം. നമ്മളെ കൊണ്ട് അങ്ങനെ നമ്മൾ റീപ്ലേസ് ഉള്ളത്. നമ്മൾ ഒരാൾ വിളിച്ച് വണ്ടി പറയുമ്പോൾ റീപ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് അത് വേണ്ടെന്ന് പറയില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന വെച്ചാൽ ഒരു ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കും. കാരണം നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അധികവും നമ്മളെ പരിചയത്തിലുള്ളവർ, നമ്മളെ സുഹൃത്തിന്റെ കുടുംബക്കാർ, നമ്മൾ അടുത്ത അവരാണ്. പിന്നെ നമ്മള് ഏതെങ്കിലും അങ്ങനത്തെ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാ തരത്തിലും ബാധിക്കും. മാക്സിമം ആ ഒരു രീതിയിൽ നിലനിന്ന് പോകണം. 2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് എന്നും നിലനിന്ന് പോകണം എന്നുള്ള ആഗ്രഹമുള്ളത്. നമ്മൾ ആ രീതിയിൽ നമ്മളൊരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നു. അല്ല, ഞാൻ അന്നാള് വണ്ടി ചെയ്തിട്ട് 2 വണ്ടി പോയി. അന്നാള് വീഡിയോ ചെയ്തിട്ട് ഒരു 4 മാസം മുമ്പ്. നമ്മൾ താഴത്തെ വണ്ടി നിങ്ങൾ ചെയ്തിട്ട് തന്നെ 4 വണ്ടി ഒക്കെ പ്രവാസികളാണ് കസ്റ്റമർ ആയിട്ട്. അത് കഴിഞ്ഞ ആഴ്ച ചെയ്ത് അവിടെ വണ്ടി പോയിട്ടുണ്ട്. അത് നമ്മൾ താഴത്തെ നമ്മുടെ ഷോറൂം തന്നെയാണ്. അവിടുന്ന് വണ്ടി പോയിട്ടുണ്ട്, ഇവിടുന്ന് വണ്ടി പോയിട്ട്. ഇവിടെ 2 ഷോറൂം അടുത്തടുത്തുള്ളതാണ്. ഇത് രണ്ടും ഇവർ തന്നെയാണ് കേട്ടോ. പിന്നെ 2019 മോഡല് പിന്നെ ക്രെറ്റ. 2019 മോഡൽ ക്രെറ്റ SX ഓപ്ഷൻ വരുന്നത് 28,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇതിന് ചോദിക്കുന്ന എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 14,60. 14,60 ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, ഇത് വില കുറയൂല? കുറച്ച് കൊടുക്കും നമുക്ക് സ്ലൈറ്റ്ലി എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. നമ്മള് പിന്നെ 8,000 കിലോമീറ്റർ ഓടിയെന്ന് നമ്മളെ സെയിൽ ചെയ്ത വണ്ടിയാണ്. പാർട്ടിയുടെ അടുത്ത് തന്നെ കയ്യിലുള്ള വണ്ടിയുള്ളത് തന്നെ. ഓക്കെ, അപ്പോ ക്രെറ്റ നോക്കുന്നവർ ആരും ഉണ്ടെങ്കിൽ നോക്കിക്കളി. പിന്നെ നല്ല അടിപൊളി വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. വണ്ടി എക്സ്ട്രാ അഡീഷണൽ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ചെറിയ ലെവലിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ XX ഓപ്ഷൻ ഇതൊക്കെ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തല്ലേ? അതൊക്കെ ഫസ്റ്റ് ഓണർ തന്നെ ചെയ്തതാണ്. അതെ. ഓക്കെ, സ്റ്റെപ്പ് കാര്യങ്ങള് ആ ക്രോം എല്ലാം ചെയ്തതാണ്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വാഗനർ നോക്കാം. ഇതൊരു ജനപ്രിയ വണ്ടി തന്നെ അല്ലേ? ഇത് നല്ല എൻക്വയറിയാണ്. ഇത് മോഡൽ എത്രയാണ്? ഇത് നമുക്ക് പിന്നെ 2022 മോഡൽ. 2022 മോഡൽ അല്ലേ? എന്ത് പാട് വണ്ടി? ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. ഇത് ഓപ്ഷൻ വരുന്നത് ZXi 1.2 ZXi 1.2 ആണ് ZXi ഓപ്ഷൻ വരുന്നത് അല്ലേ? വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ RC ഓണർ ആണ്. ഓട്ടം 12,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 6.85 നെഗോഷ്യബിൾ ആണോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ചെറിയ ലെവലിൽ കസ്റ്റമർ 50 ഒന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു തരും. 6.85 ചോദിക്കുന്നത്. അപ്പോൾ 2022 മോഡൽ വാഗനർക്ക് ചോദിക്കുന്നത് 6.85 വില കുറച്ച് തരും. വെറും 12,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെയിം മോഡൽ തന്നെ നമ്മുടെ സർവീസിന് പോയതാണ്. ബ്രൗൺ കളർ ZXi പ്ലസ് 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് തന്നെ. 10,000 കിലോമീറ്റർ ഓടിയ ZXi പ്ലസ് കോഫി ബ്രൗൺ സെയിം ആണ്. 2022 അതിനും എത്രയാണ് ചോദിക്കുന്നത്? അതിന് പിന്നെ നമുക്ക് വരുന്നത് 6.95 അല്ലേ? അപ്പൊ അതും കൂടി നോക്കി കളി കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട്, ഒരു ബ്രൗൺ കളർ വണ്ടി അല്ലേ? കോഫി ബ്രൗൺ. അപ്പോൾ ആവശ്യമുള്ള ആള് നോക്കി കളി. ഓക്കെ, അപ്പൊ അമേസ് ഇത് ഡീസൽ വണ്ടിയാ? ഇത് ഡീസൽ വണ്ടി. ഡീസൽ 2014 വരുന്ന VX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VX ഫുൾ ഓപ്ഷൻ മാക്സിമം എല്ലാ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇത് മോഡൽ എത്രയാണ്? ഇത് 2014 സിംഗിൾ RC ഓണർ. 1,22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,22,000 കിലോമീറ്റർ ഓടിയ വണ്ടി ആയി തോന്നൂല. വണ്ടി കണ്ടു വണ്ടി കുഴപ്പമൊന്നുമില്ല, കാണാൻ ലുക്ക് ഉണ്ട്. പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിച്ചാപൊളി വൃത്തി ഉണ്ട്. പിന്നെ ഇത് നിങ്ങള് ആസ്കിംഗ് പ്രൈസ് എങ്ങനെ ചോദിക്കുന്നത്? ഇത് നമ്മള് 4.35 ചോദിക്കുന്നുള്ളൂ. അതായത് 4.60 ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിൽ 3 വണ്ടിയുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിലെ കസ്റ്റമർ ചോദിച്ചു വരുന്നത് 4.5 വണ്ടി ഉണ്ടോ, 5 അതിന്റെ ഉള്ളിലെ കസ്റ്റമർ അധികം ചോദിച്ചു വരുന്നുള്ളൂ.
ആ ചോദിക്കുന്ന നമ്മളത് 3 വണ്ടിയുണ്ട്. പിന്നെ അമേസ് 2 ഉണ്ട്, സെയിം കളർ, VX 70,000 കിലോമീറ്റർ. നമുക്ക് കസ്റ്റമർ പരിചയപ്പെടുത്താൻ ഇവിടെ ഇല്ലല്ലോ വണ്ടി. നമ്മൾ താഴത്തെ ഷോപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? 2013 താഴത്തെ ഷോപ്പ് ഉണ്ട്. അപ്പൊ വണ്ടി ഇതല്ലാതെ വേറെ വണ്ടികളാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന വണ്ടികൾ ഏതെങ്കിലും വിളിച്ച് ചോദിച്ചോളി. അപ്പൊ നമ്പർ താഴെ വീഡിയോന്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് ചോദിച്ചാൽ മതി. നിങ്ങൾ അന്വേഷിക്കുന്ന ഏത് വണ്ടിയാണോ അത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. 2 ഷോറൂം ഉണ്ട് താഴത്ത്, അവിടെ ഒരു 10-25 വണ്ടികൾ അവിടെയും സ്റ്റോക്ക് ഉണ്ട് വണ്ടി. ഓക്കെ. അപ്പൊ വിറ്റാര ബ്രസ ഡീസൽ വണ്ടി അല്ലേ? അതെ. ഇത് വണ്ടി എത്ര മോഡലാണ്? ഇത് 2017 മോഡൽ. 2017 മോഡലാണ്. ബ്രസ VDI ആണ് ഓപ്ഷൻ വരുന്നത്. VDI ഓപ്ഷൻ വരുന്നത്. ഇത് ഓട്ടോ എത്രയാണ്? ഇത് പിന്നെ 90 ഓടിയിട്ടുണ്ട്. 90 ഓടിയാണ്. 2016 മോഡൽ, 2017 മോഡൽ, 2017 മോഡൽ 90 ഓടി VDI ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓക്കെ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല. വണ്ടി പക്കാണ്. വണ്ടി പക്ക വിശ്വസിച്ച് എടുക്കാൻ പറ്റും. ഒരു 16 പ്ലസ് മൈലേജ് പ്രതീക്ഷിക്കുക. കസ്റ്റമർക്ക് പ്രതീക്ഷിക്കുക 18 മൈലേജ് കിട്ടും. 18-16 ഇടയിൽ ലോക്കലിൽ കിട്ടും. ലോങ് ആണെങ്കിൽ അതിന്റെ പ്ലസ് ആയിട്ട് പ്രതീക്ഷിച്ചാൽ മതി. അതായത് കസ്റ്റമർക്ക് പിന്നെ യാത്രാ കംഫർട്ട് കാര്യങ്ങൾ, ബ്രസയെ കുറിച്ച് അറിയുന്നവര്, ബ്രസ നോക്കുന്നവർക്ക് അറിയാം അതിന്റെ പെർഫോമൻസ്. പക്ക സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ഓക്കെ. വണ്ടി പക്കാണല്ലേ? വണ്ടി പക്ക. ഇതിന് എങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 730 ചോദിക്കുന്നു. 730 ചോദിക്കുന്നു. ഇത് ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് ഇതിലൊരു 6-6.5 6.25 വരെ നമുക്ക് ചെയ്ത് കൊടുക്കും. 730 ആണ് ചോദിക്കുന്നത്. അതെ, 730 വില കുറച്ച് കൊടുക്കും. ഓക്കെ. അപ്പൊ 2017 വിറ്റാര ബ്രസ ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്നത് 730 ആണ്. വില കുറച്ച് തരും. ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള വണ്ടികൾ ഒരു 10 വണ്ടികൾ ഞാൻ അടുത്ത വീഡിയോ നാളെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ബാക്കി വണ്ടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ.